പൈത്തൺ സ്ട്രിങ്ങും അതുപോലെ തന്നെ പൈത്തൺ ലിസ്റ്റ് ഡാറ്റ ടൈപ്പും കമ്പൈൻ ചെയ്ത് വരുന്ന കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് സ്പ്ലിറ്റിങ്, ജോയിനിങ്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഓപ്പറേഷൻ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ സപ്പോസ് എനിക്കൊരു ഡേറ്റ് ഇൻഫർമേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ലൈക്ക് ആസ് ഓഫ് നൗ ഇറ്റ്സ് 31st May 2025. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രിങ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഈ ഡിഫറെൻറ്റ് വേർഡ്സിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പേസ് ആണുള്ളത്. അപ്പോൾ എനിക്ക് ഡേറ്റ് ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ബൈ ഡിഫോൾട്ടായിട്ട് ഈ ഫംഗ്ഷൻ സ്പേസ് വെച്ചിട്ടായിരിക്കും ഈ സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇത് സ്പ്ലിറ്റ് ചെയ്ത് തിരിച്ചു തരുന്നത് ഇതിനെ ഒരു ലിസ്റ്റായിട്ടായിരിക്കും തിരിച്ചു തരുന്നത്. ഓക്കെ, സോ എനിക്ക് വേണമെങ്കിൽ ഇതിന് വേറൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാം. അതായത് ലൈക്ക് ഐ തിങ്ക് ഡേറ്റ് തന്നെ, ഡേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സോ ഡേറ്റ് ലിസ്റ്റിൻ്റെ അകത്ത് ഈ പറയുന്ന 3 എലമെൻറ്റ്സ് ഉണ്ടാവും. അതെല്ലാം ഇൻഡിവിജ്വൽ സ്ട്രിങ്സ് തന്നെയാണ്. ബട്ട് 31 May 2025 എന്നായിരിക്കും അതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്കത് ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ ഈ സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്ത് എടുത്തു. ഇനി സപ്പോസ് ഇവിടെ നമുക്ക് സ്പേസ് ആയിരുന്നില്ല, നമുക്ക് എന്തെങ്കിലും ഒരു അണ്ടർസ്കോർ വെച്ചിട്ടാണ് ഈ സ്ട്രിങ് വേർഡ്സ് ജോയിൻ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കാം എന്ത് സെപ്പറേറ്റർ വെച്ച് ഓൺ വാട്ട് ബേസിസ് വി ഹാവ് ടു സ്പ്ലിറ്റ്. സോ നമ്മളിത് ഇവിടെ ഓൾറെഡി നമുക്കിത് ഉള്ളത് കൊണ്ട് സ്റ്റിൽ നമുക്ക് ഈ കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. കാരണം ഓൺ ബേസിസ് ഓഫ് അണ്ടർസ്കോറാണ് നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടിയത്. ഇനി സപ്പോസ് ഈ ഒരു കേസിൽ നമ്മൾ ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതായത് സ്പേസ് ആയിരിക്കും ബൈ ഡിഫോൾട്ടായിട്ട് എടുക്കുക. സോ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുമ്പോഴും നമുക്കാകെ ഒറ്റ എലമെൻറ്റേ കിട്ടുള്ളൂ. ഇത് മൊത്തത്തിൽ ഒരു എലമെൻ്റായിട്ടേ കിട്ടുള്ളൂ. ഓക്കെ, സോ എനിവേ നമുക്ക് പഴയ എക്സാമ്പിളിലോട്ട് തന്നെ പോവാം. സോ ഇങ്ങനെ സ്പേസ് വെച്ചിട്ടുള്ള വേർഡ്സ് ആയിരുന്നു, നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തു, നമുക്ക് 3 എലമെൻറ്റ്സ് ആയിട്ട് കിട്ടി. സോ ഇനി തിരിച്ച് നമുക്ക് ഇതെങ്ങനെ ജോയിൻ ചെയ്യാം എന്ന് നോക്കാം. സോ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് നമുക്കുണ്ടെങ്കിൽ ഇതിനെ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മളതിൻ്റെ സെപ്പറേറ്റർ എന്ത് വെച്ച് ഓൺ വാട്ട് ബേസിസ് ജോയിൻ ചെയ്യണം എന്ന് പറയണം. അതായത് സെപ്പറേറ്റർ പറഞ്ഞു കൊടുക്കണം. സോ നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ച് ഈ ഒരു ഫോമിൽ തന്നെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോട്ട് ജോയിൻ ആ ഒരു സെപ്പറേറ്റർ സ്ട്രിങ് പറഞ്ഞു കൊടുക്കുക. ദെൻ ജോയിൻ നമ്മുടെ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് അതേതാണോ പറഞ്ഞു കൊടുക്കുക. സോ നമുക്കിവിടെയുള്ളത് ഡേറ്റ് ലിസ്റ്റാണ് നമ്മുടെ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ്. സോ ഇത് ഈ ഒരു രീതിയിൽ കമ്പൈൻ ചെയ്ത് തിരിച്ച് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഈ ജോയിനിങ് ക്യാരക്ടർ എന്ന് പറയുന്ന അണ്ടർസ്കോർ ആണെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്ത് തിരിച്ച് കിട്ടും. അതല്ല നമുക്ക് ഹൈഫൻ ആണെന്നുണ്ടെങ്കിൽ അത് കിട്ടും. സോ ഏത് ക്യാരക്ടർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ രീതിയിൽ അത് ജോയിൻ ചെയ്ത് തിരിച്ചു തരും. സോ സ്ട്രിങ്ങിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ആക്കാം. അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സിനെ തിരിച്ച് ജോയിൻ ചെയ്ത് സിംഗിൾ സ്ട്രിങ് ആക്കാനും നമുക്ക് പോസിബിളാണ്. ഈ 2 ഓപ്പറേഷൻസ് ഡോട്ട് സ്പ്ലിറ്റും ഡോട്ട് ജോയിനും ഈ 2 ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും.